ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കെമിസ്ട്രിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ടോപ്പിക് ഏതാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം കീം എക്സാമിൻ്റെ പാറ്റേൺ. കീം എക്സാമിൽ പൊതുവെ 75 ക്വസ്റ്റ്യൻ മാത്സിനും അതേപോലെ 45 ക്വസ്റ്റ്യൻ ഫിസിക്സിനും ലാസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് മാത്രമാണ് എന്തിന് വരുന്നത്, കെമിസ്ട്രിക്ക് വരുന്നത്. അപ്പോൾ പലരും വിചാരിക്കും എന്ത് 30 ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കെമിസ്ട്രി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കി പഠിക്കാമെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് കീം എക്സാമിൽ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് വരുന്ന ടോപ്പിക് കെമിസ്ട്രി ആയിരിക്കും. അതായത് നിങ്ങൾ ആ കെമിസ്ട്രി മൊത്തത്തിൽ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ 30 ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. എളുപ്പമുള്ള ഭാഗം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ കെമിസ്ട്രി 3 ആയിട്ടാണ് എന്ത് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ, എല്ലാവർക്കും അറിയാം. ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലോട്ട് വരുമ്പം അതിൽ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാനുണ്ട്, ബൈഹാർട്ട് ചെയ്യാനുണ്ടാവും. പി ബ്ലോക്കിൽ ചെറിയ ഭാഗങ്ങളുണ്ട്, അതേപോലെ DNF ഉണ്ട്, പിന്നെ അതേപോലെ കോർഡിനേഷൻ കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 3 ചാപ്റ്റേഴ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഏത്, ഒന്ന് കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് ഏതൊരു എക്സാമിനും ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ടോപ്പിക്കാണ് എന്ത്, കെമിക്കൽ ബോണ്ടിങ്. അതേപോലെ കോർഡിനേഷൻ കെമിസ്ട്രി. ഈ 2 ടോപ്പിക്കിൽ നിന്ന് നല്ലപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് കോർഡിനേഷൻ കെമിസ്ട്രി, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. കാരണം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പീരിയോഡിക് ടേബിളൊക്കെ നമ്മൾ എവിടെ പഠിപ്പിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഒരു ഐഡിയ നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം, കെമിസ്ട്രി നല്ലപോലെ സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണ്ടി വരും. അപ്പോൾ ഈ 3 ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കണം. അതായത് കോർഡിനേഷൻ കെമിസ്ട്രി, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഇനി അതേപോലെ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിലോട്ട് കടക്കുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന 3 ചാപ്റ്റേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും തെർമോഡൈനാമിക്സ്, അതേപോലെ ഇക്വിലിബ്രിയം, അതേപോലെ ഇലക്ട്രോ കെമിസ്ട്രി. ഈ 3 ചാപ്റ്റേഴ്സ് നല്ലപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് ഞാൻ ഈ പറഞ്ഞ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് തെർമോഡൈനാമിക്സ് ആൻഡ് ഇക്വിലിബ്രിയം. ഓക്കെ, അടുത്ത് നമ്മൾ ഓർഗാനിക്കിലോട്ട് കടക്കുമ്പോൾ ഓർഗാനിക് ആക്ച്വലി നിങ്ങളിവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവുക GOC ലെവൽ. അതായത് ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ GOC എന്നാണ് പഠിപ്പിച്ചത്, അതായത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. അപ്പം നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ വേണ്ട പല കാര്യങ്ങളും നിങ്ങൾ എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, GOCയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ GOC ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് പൊതുവെ ഓർഗാനിക്കിൽ ചോദിക്കുന്നത് ചാപ്റ്റേഴ്സ് കണക്റ്റഡ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആൽക്കഹോളിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഹാലോ ആൽക്കെയിൻസും അതേപോലെ ഹൈഡ്രോ കാർബണും വേണ്ടി വരും. അതുകൊണ്ട് ഒരു ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹാലോ ആൽക്കെയിൻ പഠിച്ചിട്ടില്ലെങ്കിൽ ആൽക്കഹോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ആൽക്കഹോൾ പഠിക്കാത്തൊരു കുട്ടിക്ക് ആൾഡിഹൈഡ് നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓർഗാനിക് നിങ്ങൾ എല്ലാ ചാപ്റ്ററിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ആൽക്കഹോളിനും ആൾഡിഹൈഡിനും നല്ലപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അതേപോലെ ഹൈഡ്രോ കാർബൺസ് എന്നും, ഹൈഡ്രോ കാർബൺ, ആൽക്കഹോൾ ആൻഡ് ആൾഡിഹൈഡ്, ആ 3 ചാപ്റ്റേഴ്സ് നല്ലപോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ആ 3 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കി ഓർഗാനിക് ചാപ്റ്റേഴ്സും അറിയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഓർഗാനിക് പഠിക്കുന്ന സമയത്ത് അതായത് നിങ്ങൾ GOC തൊട്ട് ലാസ്റ്റ് വരെ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പം പറഞ്ഞ വീഡിയോയിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ബാക്കിയുള്ളതൊന്നും ചോദ്യങ്ങൾ വരൂല എന്നല്ല പറഞ്ഞത്. പക്ഷേ ബാക്കിയുള്ളതും കൂടി നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ 30 ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും പറയുകയാണ്, കെമിസ്ട്രിയിലുള്ള 30 ക്വസ്റ്റ്യൻസും എളുപ്പമായിരിക്കും പൊതുവെ ബാക്കിയുള്ള മാത്സിനെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ടോപ്പിക്കും പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ ടോപ്പിക്കെങ്കിൽ ലാസ്റ്റ് റിവിഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒന്ന് അത് നോക്കി പോകണം എക്സാമിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് പൊതുവെ എളുപ്പമായിരിക്കും. നമ്മൾ തന്നെ ക്ലാസ്സിലൊക്കെ ഈ ഒരു PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം എളുപ്പമാണ് എന്ന്. ഒരു ആവറേജ് ഒരു +1 +2 കഴിഞ്ഞൊരു കുട്ടികൾക്ക് പോലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമാണ് ആക്ച്വലി കീം എക്സാം. അതുകൊണ്ട് ടെൻഷനൊന്നും ആവണ്ട, മാക്സിമം നല്ലപോലെ പഠിക്കുക. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. മാക്സിമം എഫേർട്ട് കൊടുക്കുക, അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ്.